കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. മലയാള ചലച്ചിത്ര രംഗത്ത് പുത്തൻ ഉണർവിന്റെ സമയമായിരുന്നു ഓണക്കാലം. പാൻ ഇന്ത്യൻ എന്ന വിശേഷണത്തിലേക്ക് ഉയരുന്ന ചിത്രങ്ങളുണ്ടാക്കുന്ന ഇൻഡസ്ട്രി എന്ന നിലയിലേക്ക് മലയാളം വളരുകയാണ്. ലോക ചാപ്റ്റർ 1 പോലുള്ള ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് വിസ്തൃതങ്ങളായ പ്രേക്ഷക ലോകങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അൽതാഫ് സലീം രചനയും സംവിധാനവും നിർവഹിച്ച് ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ, രേവതി പിള്ള, ലാൽ, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ എന്നിവർ അഭിനയിച്ച ഓടും കുതിര ചാടും കുതിര, സോനു ടി.പി. എഴുതി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാൽ, മാളവിക മോഹൻ, സംഗീത മാധവൻ നായർ, സംഗീത് പ്രതാപ് തുടങ്ങിയവർ വേഷമിട്ട ഹൃദയപൂർവ്വം, ഗെയിം ചേഞ്ചർ എന്ന വിശേഷണം ബോക്സ് ഓഫീസിൽ നേടി ഹിറ്റ് ചാർട്ടിൽ മുന്നിട്ട് നിൽക്കുന്ന ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് കല്യാണി പ്രിയദർശൻ, നസ്ലിൻ, സാൻഡി മാസ്റ്റർ തുടങ്ങിയവർ ശ്രദ്ധേയമായ വേഷമിട്ട ലോക ചാപ്റ്റർ 1, ചന്ദ്ര എന്നിവയായിരുന്നു ഓണക്കാലത്ത് തിയേറ്ററുകളിൽ ചലനമുണ്ടാക്കിയ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളെ പ്രേക്ഷകർ എങ്ങനെയെല്ലാം സ്വീകരിച്ചു എന്നൊരു അന്വേഷണമാണ് ഇന്നത്തെ ആർട്ട് കഫേ. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായ അനുസ്മിത പ്രവീൺ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തെപ്പറ്റി. ഹൃദയപൂർവ്വം എന്ന സിനിമയെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ ഇതിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ, ഒരു പേര് ഈ സിനിമയ്ക്ക് വേറെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ബിക്കോസ് ആ ഒരു സ്റ്റോറി ലൈനൊക്കെ ആയിട്ട് അത്രയും അലൈനായിട്ട് കിടക്കുന്ന ഒരു ടൈറ്റിലാണ് ഹൃദയപൂർവ്വം എന്നുള്ളതെന്ന് തോന്നുന്നു. ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ പല ആസ്പെക്ട്സും ഞാൻ പല ഫിലിംസിലാണെങ്കിലും ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ ഒരു മൂവി ഹൈലൈറ്റ് ചെയ്യുന്നത് മെയിൻലി ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഡോണറിന്റെ ഫാമിലിയും അതുപോലെ റെസിപ്പിയന്റിന്റെ ഫാമിലിയും തമ്മിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിനെ പറ്റിയിട്ടായതുകൊണ്ട് തന്നെ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് അത് വളരെ ക്ലിയർ ആൻഡ് നീറ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആൻഡ് ഓബ്വിയസ്ലി മോഹൻലാൽ ആൻഡ് സത്യൻ അന്തിക്കാട് കോമ്പിനേഷൻ പിന്നെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ്, അത് എനിക്കൊന്ന് കുറച്ചുകൂടി ഒരു പ്രായമുള്ള ആളുകളിലാണ് ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് കാണാൻ പറ്റിയത്. കാരണം ഞാൻ മൂവി കാണാൻ പറ്റില്ല തിയേറ്ററിൽ മെജോറിറ്റിയും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള അപ്പൂപ്പന്മാരും അമ്മൂമാരൊക്കെ അങ്ങനെ സിനിമ കാണാൻ വേണ്ടി വരുന്ന കാണുമ്പോൾ നമുക്ക് പേഴ്സണലി ഒരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. അപ്പം അങ്ങനെ എല്ലാ ജനറേഷനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു മൂവിയാണെന്ന് തോന്നുന്നു. ആൻഡ് അതിലൊരു വളരെ ഫ്രഷ് കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയത് മോഹൻലാൽ ആൻഡ് സംഗീത് കോമ്പിനേഷൻ. അത് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കെമിസ്ട്രി ആയിരുന്നു അവരുടെ. എവിടേക്കും എനിക്ക് തോന്നുന്നു ഒരു ജഗതി ശ്രീകുമാർ ഒരു സ്റ്റൈൽ ഓഫ് കോമഡി വർക്ക്ഔട്ട് ആയെന്നുള്ള രീതിയിൽ. അപ്പോൾ ഓവറോൾ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി എന്ന് തന്നെ ഞാൻ പറയും. ബിക്കോസ് കരയാൻ തോന്നുന്ന സ്ഥലത്ത് കരയാനുള്ള എലമെന്റ്സ് ഉണ്ട്, ആൻഡ് കുറച്ചൊരു ഇമോഷണൽ ആവുന്ന ആസ്പെക്ട്സ് ഉണ്ട്, ആൻഡ് അത്യാവശ്യം സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് പോയിട്ട് നമുക്ക് കണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് നല്ല മൂവി എന്നൊക്കെ പറയാം. ഇനി അരികിൽ നീ മതി, വാർമുഖി കണിമലരാം എൻ സഖി, പൂക്കും ചിരി തിരി തെളിയും താരകം, നോക്കും ഞൊടി പല കനവിൻ പൊഞ്ചാലകം. കൊച്ചി തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥി ശ്രീദേവ് തന്റെ ലോക അനുഭവങ്ങളെപ്പറ്റി പങ്കുവയ്ക്കുന്നു. ലോകയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു ഡൊമിനിക് ലെവൽ പടം. നമുക്കറിയാമല്ലോ മലയാള സിനിമയുടെ ഗ്രാഫ് ഏത് ലെവലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഒരു പടി കൂടി ഉയർത്താൻ വേണ്ടിയിട്ട് ലോക എന്ന പടത്തിന് സാധിച്ചിട്ടുണ്ട്. ഡയറക്ടർ ഡൊമിനിക് അരുൺ, അതുപോലെ സന്ധ്യ ബാലേന്ദ്രൻ ഇരുവരും ചേർന്നാണ് സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുള്ളത്. സിനിമാറ്റോഗ്രാഫി നിമിഷ് രവി, അതുപോലെ എഡിറ്റിംഗ് ചമൻ ചാക്കോ, ജെയ്ക്സ് വിജയവേണൻ, മ്യൂസിക്, അതുപോലെ സൗണ്ട് ഡോൺ വിൻസെന്റ്. പടം ടെക്നിക്കലി നോക്കിയാൽ ടോപ്പ് നോച്ചാണ്. ഒരു ഇന്റർനാഷണൽ ലെവൽ തന്നെ പടം എടുത്തു വെച്ചിട്ടുണ്ട്. പടത്തിന്റെ ലൈറ്റിംഗ് ആയാലും സൗണ്ട് ആയാലും മ്യൂസിക് ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും ആക്ഷൻ കൊറിയോഗ്രാഫി ആയാലും കോസ്റ്റ്യൂം ആയാലും ഓരോന്നും പടത്തിനെ ആ ഒരു ലെവലിലേക്ക് ഹൈപ്പ് ചെയ്തിട്ടുണ്ട്. പടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ട്രീറ്റ് സീൻ ഉണ്ട്, അതുപോലെ ഒരു പാർട്ടി സീൻ ഉണ്ട്. ഇതിലെല്ലാം ലൈറ്റിംഗ് ചെയ്തിരിക്കുന്ന രീതി, അതിൻ്റെ കൂടെ സിനിമാറ്റോഗ്രാഫി, അതിൻ്റെ കൂടെ എടുത്തു പറയേണ്ടത് ജെയ്സ് വിജയുടെ മ്യൂസിക്, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ വയ്യ. മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള കല്യാണി, നസ്ലിൻ. കല്യാണിനെ പറ്റി പറയുകയാണെങ്കിൽ കല്യാണി ആക്ഷൻ പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സീൻസും നമുക്ക് കിളിയെന്നില്ല ആ ഒരു സോങ്ങിൽ നമുക്ക് നോക്കിയിരിക്കാം. അതുപോലെ നെസ്ലിൻ ആസ് യൂഷ്വൽ പൊളിയായിട്ടുണ്ട്. നെസ്ലിൻ്റെ ആ ഒരു ഹ്യൂമർ സെൻസും പിന്നെ ആ ഒരു അയ്യോ പാവം എന്നുള്ള സാധനം നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. അതുപോലെ എടുത്തു പറയേണ്ടതാണ് ചന്തുവിൻ്റെ ക്യാരക്ടർ അത്രമാത്രം ആൾക്കാർ ചിരിപ്പിച്ചിട്ടുണ്ട്. ചന്തുവിൻ്റെ ഓരോ ആ മാനറിസം പൊളിച്ചിട്ടുണ്ട് ചന്തു. നമ്മുടെ അരുൺ കുര്യൻ പുള്ളിക്കാരനും കൊള്ളായിരുന്നു.
അതുപോലെ എടുത്തു പറയേണ്ട ക്യാരക്ടറാണ് നമ്മുടെ സാൻഡി മാസ്റ്റർ വില്ലൻ. പുള്ളിക്കാരൻ സൂപ്പർബായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫെല്ലാം നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. പടം ഇനി കൊണ്ടുപോകുന്ന ലെവലിൽ എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഓരോ സീൻസും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ലേയേഴ്സ് പടത്തിനുണ്ട്. ഈ ക്യാമിയോ എല്ലാം ഇനി സെക്കൻഡ് പാർട്ടായാലും തേർഡ് പാർട്ടായാലും നമുക്കിനി പ്രതീക്ഷകൾ തന്നുകൊണ്ടാണ് പടം പൊക്കോണ്ടിരിക്കുന്നത്. ലാസ്റ്റത്തെ സീൻ നോക്കുകയാണെങ്കിൽ ക്യാമിയോ വന്ന് പൊക്കോണ്ടിരിക്കുക. ആ ഒരു രോമാഞ്ചം എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ കല്യാണിയുടെ കുട്ടിക്കാലം ചെയ്ത പുള്ളിക്കാരി കല്യാണി എങ്ങനെയാണോ അതിലൊരു പടി മുകളിലാണ് ആ ചെറിയ കുട്ടി ചെയ്തിട്ടുള്ളത്. ഒന്നും പറയാനില്ല, അന്യായ പെർഫോമൻസ്. അത് കഴിഞ്ഞ് കുട്ടി ഒരു പട്ടിയായിട്ട് ഓടുന്ന ഒരു സീനുണ്ട്. എച്ചാതി ലെവൽ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അതിൻ്റെ കൂടെ ജെക്സ്ബി ജോയുടെ മ്യൂസിക്, സിനിമാറ്റോഗ്രഫി, ആ ഒരു സ്കോർ എല്ലാം കൊണ്ടും അങ്ങ് ഹൈ ആവുക. പടത്തിൻ്റെ പോസിബിലിറ്റി എന്ന് പറയാൻ ഇനി ഒരുപാട് പടത്തിന് പോസിബിലിറ്റി പറയാനുണ്ട്. ഇനിയും ഒരുപാട് സെക്കൻഡ് പാർട്ടായാലും തേർഡ് പാർട്ടായാലും ഇനി ഒരുപാട് പടത്തിന് അതിന് മാത്രം ലേയേഴ്സ് ഉണ്ട്. പടത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കാളി എന്നുള്ള ടൈറ്റിൽ ട്രാക്ക് വരുമ്പോൾ ഉണ്ടാക്കുന്ന രോമാഞ്ചം, അതുപോലെ ടൊവിനോ ആയാലും DQ ആയാലും ഇവരെല്ലാം ഉണ്ടാക്കിയ ഓറ ഒന്നും പറയാനില്ല. ടെക്നിക്കലി നോക്കുകയാണെങ്കിലും സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിലും പടം കയറി കൊളുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പ്രതീക്ഷകൾ തന്നുകൊണ്ടാണ് പടം എൻഡ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പാർട്ടായാലും തേർഡ് പാർട്ടായാലും വെയിറ്റിംഗ്. ഏതോ കഥ പോലെ ഒഴുകുന്ന കാലം കടലായി പൊതിയുന്നു, കര കാണാതെ നീന്തുന്ന പ്രായം. ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രം ഏറെ ആകർഷിച്ച അനുഭവമാണ് ഷോർട്ട് ഫിലിം സംവിധായകൻ ആദിത്യൻ എമ്മിന്റേത്. എനിക്ക് പേഴ്സണലി കണ്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ്. ഇൻ ഷോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തില് ഈയിടെയായിട്ട് കുറെ കോമഡി പടങ്ങൾ വന്നു പോയെങ്കിലും ഞാൻ ഇത്രയധികം ഈ അടുത്തൊന്നും ചിരിച്ച് എൻജോയ് ചെയ്ത് കണ്ടൊരു പടം ഇല്ല എന്ന് വേണം പറയാം. കാരണം ഞാൻ അത്രയും ഓപ്പൺലി തിയേറ്ററിൽ പോയിട്ട് ചിരിച്ച് ആസ്വദിച്ചൊരു പടമാണ് ഓടും കുതിര ചാടും കുതിര. എന്റെ പോസിറ്റീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഫസ്റ്റ് പോസിറ്റീവ് ഈ പടത്തിന്റെ മീറ്റർ ആയിരിക്കും. മീറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തതായിരിക്കും. ഈ പടം പ്രൊവിഷൻ നടക്കാറില്ല. അവരെ കയറയച്ച് വിട്ട പോലെ വിടുമ്പം എല്ലാരും മീറ്റർ അറിയാതെ എല്ലാവരുടെയും ഇഷ്ടത്തിന് അഭിനയിക്കുമ്പം അതൊരു ഇത്തിരി കല്ലുകടിയായിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഈ പടത്തിൽ എനിക്കത് തോന്നിയില്ല. കാരണം വളരെ ഓവർ ദ ടോപ്പ് ആണെങ്കിലും അതൊരു സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ളതാണ് എന്ന് എനിക്ക് കണ്ടപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്തു. ഓരോ ക്യാരക്ടറിനും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള കോമഡി ടൈപ്സ് ആണെങ്കിലും അത് സൂപ്പർവൈസ്ഡ് ആയിട്ട് ഡയറക്ടറിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ചാണ് അവർ ചെയ്തത്. എനിക്ക് ക്ലിയർലി അത് കാണാൻ പറ്റി. അതാണ് എന്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ഈ പടത്തില് കുറെ ക്യാരക്ടർ ഡ്രിവൺ കോമഡി വരുന്നുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിനും ഇൻഡിവിജ്വലി സ്കോർ ചെയ്യാനുള്ള എല്ലാ സ്പേസും പടത്തിൽ കൊടുത്തിട്ടുണ്ട്. അതില് എക്സെപ്ഷണൽ ആയിട്ട് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ലാലിന്റെ ക്യാരക്ടറാണ്. പുള്ളി ചെയ്ത ക്യാരക്ടർ സ്റ്റാർട്ടിങ് മുതലേ നമുക്ക് പുള്ളിയുടെ ഒരു ഇതേപോലെ തന്നെ മീറ്റർ എന്താണ്, പുള്ളി ഒരു ഇത്തിരി മെന്റലാണ്, പുള്ളിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഈ പടം ബ്ലാക്ക് കോമഡി ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബ്ലാക്ക് കോമഡി ആക്കുന്നത് പുള്ളിയുടെ ക്യാരക്ടർ ആയിരിക്കും. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിനൊരു ജനറൽ ആയിട്ടൊരു മെന്റൽ ഹെൽത്ത് മെസ്സേജ് ഈ പടത്തിനുണ്ട്. അത് ഒരിക്കലും ഓഡിയൻസിലോട്ട് ഫോഴ്സ് ചെയ്യാനോ ഒരു കോമഡി എന്റർടൈൻമെന്റ് ആയിട്ട് കിടക്കുന്ന ഈ പടത്തിന്റെ ഇടയിൽ കല്ലുകടിയായിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തി ഒരു ഡ്രാമ കുത്തിക്കയറ്റാനോ ശ്രമിക്കാതെ ആ മെസ്സേജ് സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു സബ് പ്ലോട്ടിൽ അവർ വളരെ സട്ടിലായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാനൊരു എന്റർടൈനർ കാണുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഓവർ ദ ടോപ്പ് മീറ്റർ കോമഡി മീറ്ററുള്ള ഒരു പടത്തിന്റെ ഇടയ്ക്ക് എന്നെ നിർത്തിവെച്ച് ആ ഡ്രാമ എനിക്ക് ഫോഴ്സ് ചെയ്തിട്ടല്ല ആ പടം മൂവ് ഓൺ ചെയ്തിരുന്നത്. ആ കഥേന്റെ ഉള്ളിൽ അവര് വളരെ സട്ടിലി അത് കാണിച്ചു പോയി. നമ്മൾ അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടെന്നുള്ളത് വളരെ വൃത്തിക്ക് അത് കൺവേ ചെയ്യും. പക്ഷെ അഗൈൻ നമ്മളെ ഒരിക്കലും ഫോഴ്സ് ചെയ്യാതെ എന്റർടൈൻമെന്റ് കാണാൻ വന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ആ സാധനം പ്രസന്റ് ചെയ്യുകയും ചെയ്തു. എനിക്ക് വളരെ ഇഷ്ടമായി ആ സംഭവം. അത് ക്യാരക്ടേഴ്സിലൂടെയും സബ്പ്ലോട്ട്സിലൂടെയും എങ്ങനെയാണ് അവർ പ്രസന്റ് ചെയ്യുന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു വിഷൻ ഓഫ് ദി ഡയറക്ടർ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ പടത്തിന്റെ മേക്കിംഗ് ആണ് വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള മേക്കിംഗ് ആണ് ഈ പടത്തിന്റെ. അതിപ്പം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ 1-2 ഡ്രീം സീക്വൻസുകൾ ഉണ്ട് ഫിലിമിൽ. ആ ഡ്രീം സീക്വൻസ് ആയാലും പിന്നെ വെഡ്ഡിങ് സീക്വൻസ് ആയാലും എല്ലാ സെലിബ്രേഷൻ സീൻസ് വരുമ്പോഴും അല്ലെങ്കിൽ ഓർഡിനറിലി ഈ പടം ആസ് എ ഹോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കളറിങ്ങും ഈ പടം എടുത്തു വെച്ചിരിക്കുന്ന രീതിയും ഭയങ്കര ഗ്രാൻഡ് രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്ന. ഒരു സാക്രിഫൈസും ഇല്ലാതെ എല്ലാ ഫ്രെയിമും നമുക്ക് കാണുമ്പോൾ കളർഫുൾ ആയിട്ടും ഒരു ഗ്രാൻഡ്യോർ ഫീൽ ചെയ്യുന്ന ഒരു
ടോട്ടൽ ഫീലിംഗ് നമുക്ക് ഈ പടം കാണുമ്പോൾ കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താന്ന് വെച്ചാൽ തീരെ ഒന്നും സാക്രിഫൈസ് ചെയ്യാതെ ഗ്രാൻഡ് ആയിട്ട് തന്നെ പടം എടുത്തു വെച്ചിരിക്കുന്നു. അതെന്താന്ന് വെച്ചാൽ പടത്തിന്റെ ഒരു ജനറൽ സെലിബ്രേഷൻ മൂഡ് ഉണ്ടല്ലോ, അത് വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുണ്ട്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിന്റെ നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നതല്ല, പക്ഷെ ഇതിന്റെ ജനറൽ നെഗറ്റീവ്സ് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ പടത്തിന്റെ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോസിറ്റീവ് തന്നെ ആയിരിക്കാം. ഈ പടത്തിന്റെ മീറ്റർ ചിലപ്പം എല്ലാവർക്കും മനസ്സിലായിക്കോണമെന്നില്ല. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ ഈ എസ്റ്റാബ്ലിഷ് ചെയ്ത മീറ്റർ ഇങ്ങനെയാണ്, കുറച്ച് ഓവർ ദ ടോപ്പ് ആണെന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടമായിക്കോണമെന്നില്ല. അല്ലെങ്കിൽ ആൾക്കാർ എക്സ്പെക്ട് ചെയ്തത് വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഇതില് ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടറാണ് ഏറ്റവും മോശം അഭിനയം പ്രകടിപ്പിച്ചത് എന്ന് ഞാൻ വായിച്ചിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയില്ല. എനിക്ക് പേഴ്സണലി ഫാഫയുടെ ക്യാരക്ടർ സ്റ്റാർട്ടിങ്ങിലെ ഓവർ ദ ടോപ്പ് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എനിക്ക് വളരെ ബ്രില്യൻ മൂവ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഫാഫയുടെ മീറ്റർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മള് ഞാൻ പ്രകാശനായാലും അതുപോലെ വരുന്ന കോമഡി പടത്തിലായാലും ഫാഫയുടെ ആക്ടിങ് എന്താണെന്നുള്ളത് നമ്മൾ ഭയങ്കര യൂസ് ടു ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം പക്ഷെ എന്തായാലും എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പേഴ്സണലി വളരെ എൻജോയ് ചെയ്തൊരു പടമാണ്. ഓടും കുതിര കാലം എതിര വീഴുന്നോളം വേഗം കൂട്ടും ചാടും കുതിര. ഓടും കുതിര കാലം എതിര വീഴുന്നോളം വേഗം കൂട്ടും ചാടും കുതിര. ദൂരെ 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 കണ്ടോ ചിന്ന പുലരി, ജാരെ 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 വന്നേ നിന്നെ തിരക്കി, മാറി മാറി നിന്നെ കാലം മെല്ലെ തിരുത്തി, കൂടെ കൂടാനൊന്നേന്നൊരുക്കി. ബാംഗ്ലൂരിൽ ഡാറ്റാ സയന്റിസ്റ്റായ ഹർഷ KG ലോക എന്ന ചിത്രത്തെപ്പറ്റി. ലോക ചാപ്റ്റർ 1 what I feel is impossible ആയിട്ടുള്ള ഒരു കാര്യം പോസിബിൾ ആക്കി കാണിച്ച് വൺ ഓഫ് ദ ഫിലിമാണ് മലയാളത്തില് ഈ സിനിമ. ബിക്കോസ് പല ഇൻഡസ്ട്രീസും നമുക്കറിയാം, ഇത് ഇപ്പൊ ഒരു ചർച്ചയാണ്, ഒരുപാട് മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടും അവർക്ക് ഈ ഒരു ലെവലിലേക്ക് ഇങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് ഫിക്ഷൻ മൂവി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. I stay in Bangalore, so എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വേറൊരു സിനിമ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞു we were so surprised, like there was this one movie in Malayalam called Loka, it's still running houseful. So what they did was like they checked the review and the next day they booked that movie and they went and watched. So the way they were talking about that movie, I felt so happy, like I was so proud. So what I feel is in മലയാളം സിനിമ ഇങ്ങനത്തെ ഒരു മൂവി ബിൽഡ് ചെയ്ത ക്രിയേറ്റീവ് ടീമിനും അവരുടെ ഹോൾ ക്രൂവിനും ഹാറ്റ്സ് ഓഫ്. ആൻഡ് what I feel is അതിൽ കൂടുതൽ നമ്മളും എപ്പോഴും മലയാള സിനിമ ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മൂവീസ് നമ്മളും അക്സെപ്റ്റ് ചെയ്യാൻ എപ്പോഴും റെഡി ആയിരുന്നു. സോ ഐ തിങ്ക് ബോത്ത് സൈഡ്, ഈവൻ ഫോർ ദ ടീം as well as for the audience side, for this Malayalam industry, this is because of us audienceും അതുപോലെ തന്നെ ഇൻഡസ്ട്രി രണ്ടുപേരും കൂടെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാണ് മലയാള സിനിമയെ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് they are like suggest some Malayalam movie. I felt so happy that it's going over and making the Malayalam cinema proud. I feel blessed. So hats off to this whole movie. So I'm so happy being a Malayali. കണ്ണൂർ ജവഹർ നവോദയ വിദ്യാലയത്തിലെ സൈക്കോളജിസ്റ്റ് ആശുതോഷ് ഹൃദയപൂർവ്വം നൽകിയ കാഴ്ച അനുഭവത്തെ പങ്കുവയ്ക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ആശുതോഷ്. ഞാനിപ്പോൾ കണ്ണൂർ ജവഹർ നവോദയയിലെ സൈക്കോളജിസ്റ്റ് ആണ്. ഞാനും എൻ്റെ 2 കൊളീഗ്സും കൂടിയായിരുന്നു ഹൃദയപൂർവ്വം എന്ന സിനിമ കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങളൊരു സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോ പ്രതീക്ഷിച്ച് തന്നെയാണ് പോയത്. ആ പ്രതീക്ഷ ഞങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തിയില്ല. സിനിമയുടെ തുടക്കത്തിൽ തന്നെ രസതന്ത്രത്തിലെ BGMൽ മോഹൻലാലിൻ്റെ ഒരു ഫിലിമോഗ്രഫി കാണിച്ച ഒരു മിനിറ്റ് വീഡിയോ ഉണ്ടായിരുന്നു.
അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് കിട്ടിയത്. ഒരു സത്യനന്ദിക്കാട് മോഹൻലാൽ സിനിമയിൽ നമ്മൾ പതിവായി കാണുന്നത് പോലെ തന്നെ വളരെ റിയലിസ്റ്റിക് ആയ, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, തൊട്ടപ്പുറത്തെ വീട്ടിലെ പയ്യൻ എന്നുള്ള ഒരു ഇമേജ് മോഹൻലാലിന് കൊടുത്ത ഒരാളാണ് സത്യനന്ദിക്കാട്. കണക്ട് ചെയ്യാൻ പറ്റി സിനിമ, ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതായത് ഒട്ടും അതിമാനുഷ്യനല്ലാത്ത വളരെ സാധാരണക്കാരനായ ഒരാൾ, അങ്ങനെ ഒരാളെയാണ് മോഹൻലാൽ ഈ സിനിമയിൽ പോർട്രേ ചെയ്യുന്നത്. സത്യനന്ദിക്കാട് സിനിമകളിൽ നമ്മൾ പൊതുവെ കാണുന്നത് പോലെ അഭിനേതാക്കളുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. ഇപ്പം മോഹൻലാൽ ആണെങ്കിലും സംഗീത് പ്രതാപ് ആണെങ്കിലും മാളവിക ആണെങ്കിലും മറ്റ് കഥാപാത്രങ്ങളൊക്കെ ആണെങ്കിലും ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒട്ടും തേർഡ് ആക്ടിങ്ങിന് അപ്പുറം ഒരു വേഴ്സറ്റാലിറ്റി അവരുടെ പെർഫോമൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അത് സിനിമയെ എൻഗേജ്ഡ് ആയിട്ട് നമ്മളെ കൊണ്ടുപോകാൻ അത് സഹായിക്കുന്നുണ്ട്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുമുണ്ട്. ത്രൂ ഔട്ട് നമുക്ക് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും. കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാൽ അതുപോലെ തന്നെ സംഗീതമായിട്ടുള്ള കോംബോ സീൻസിലൊക്കെ നല്ല കയ്യടികളായിരുന്നു തിയേറ്ററുകളിൽ. വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. ഇങ്ങനൊരു ഫീൽ ഗുഡ് മൂവി ഈ അടുത്ത കാലത്തൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഓണം ചലച്ചിത്ര റിലീസുകളെ പ്രേക്ഷകർ എങ്ങനെയാണ് സ്വീകരിച്ചത്? നേരനുഭവങ്ങൾ പങ്കുവച്ചതാണ് ഇന്നത്തെ ആർട്ട് കഫേയിൽ കേട്ടത്. നിർവഹണ സഹായം അഖിൽ കെ. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.